ശാന്തി. നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സിൻ്റെ 30,000 മടങ്ങ് കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ ഉപബോധ മനസ്സ്. മനസ്സിൻ്റെ 2 തലങ്ങളാണ്. ബോധ മനസ്സ് സമുദ്രത്തിൻ്റെ മേൽത്തട്ടിൽ അലകളുള്ളതായിരിക്കുന്ന സമുദ്രതലം പോലെയെങ്കിൽ ഉപബോധ മനസ്സ് ആഴക്കടൽ പോലെയാണ്. ആഴക്കടലിലേക്ക് ഊളിയിട്ടിറങ്ങാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മുത്തും രത്നങ്ങളും സ്വന്തമാക്കാം, പവിഴപ്പുറ്റുകളെ സ്വന്തമാക്കാം, അത്യധികം മനോഹരമായിരിക്കുന്ന മീൻ കൂട്ടങ്ങളുടെ പ്രവാഹം കണ്ട് ആസ്വദിക്കാം, വിചിത്രങ്ങളായിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിയിലുള്ളതായിരിക്കുന്ന പല ചെടികളെയും കാണാൻ സാധിക്കും. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു ലോകത്തെ ഈ ആഴക്കടലിൽ പോയാൽ നമുക്ക് കാണാം, ആസ്വദിക്കാം, മുത്തും രത്നങ്ങളും സ്വന്തമാക്കാം. അതേസമയം മേലെത്തട്ടിൽ അലയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കടലിൻ്റെ മേലെ എല്ലാ സമയത്തും അലകളായിരിക്കും. ആ അലകളിൽ ചാടിക്കളിക്കാം, അല്ലെങ്കിൽ അതിനോട് യുദ്ധം ചെയ്യാം. മേലെ നിങ്ങൾ എത്ര യാത്ര ചെയ്താലും ആ യാത്രയുടെ സുഖമല്ലാതെ നിങ്ങൾക്കൊന്നും നേടാൻ സാധ്യമല്ല. നേടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആഴക്കടലിൽ പോകണം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനത്തിനെ ആഴക്കടലിലേക്ക് എറിയാം. മേലെ പൊന്തി വരുന്ന മീനിന് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമായിരിക്കും, അതല്ലാതെ മേലെ മുത്തും രത്നം ഒന്നും നമുക്ക് കിട്ടില്ല. ശരിക്കും ഇതിൻ്റെ വേറൊരു പതിപ്പാണ് നമ്മുടെ ബോധമനസ്സും ഉപബോധ മനസ്സും. ബോധമനസ്സ് അന്നന്ന് നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, വായിക്കുന്ന കാര്യങ്ങളുടെ ആധാരത്തിൽ, അന്നുണ്ടാകുന്ന അനുഭവത്തിൻ്റെ ആധാരത്തിൽ, അപ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളുടെ ആധാരത്തിലുള്ള ചിന്തകൾ അലയടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ബോധമനസ്സ്. ആ ബോധമനസ്സിൽ ഇന്നലെ ഞാൻ ചിന്തിച്ച 90% ചിന്തകൾ ഇന്ന് വീണ്ടും അലകളായിട്ട് വന്നുകൊണ്ടിരിക്കും. 10% ഇന്നത്തെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിരിക്കുന്ന ചിന്തകൾ വീണ്ടും അതിൽ കൂടിക്കലരാൻ തുടങ്ങും. നാളെ ആകുമ്പോഴേക്കും മിനിഞ്ഞാന്നത്തെ 80ഉം ഇന്നത്തെ ഒക്കെ കൂടി ചേർന്ന് ഇങ്ങനെ ഡേ ബൈ ഡേ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അതിങ്ങനെ അലകൾ വന്നുകൊണ്ടേയിരിക്കും. അന്നത്തെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഇന്ന് നല്ല മൂടാന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ ഇന്ന് മോശം മൂടാന്ന് പറയുന്നു. കോൺഷ്യസ് മൈൻഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്താധാര കൊണ്ട് ഇത്തരത്തിൽ മേലക്കടലിലെ അനുഭവം നമുക്ക് കിട്ടൂ. ഈവൻ കുറച്ച് മീനിനെ പിടിക്കാൻ പറ്റുമായിരിക്കും, അതിലപ്പുറത്തൊന്നും നമുക്ക് പിടിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കും പോലെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ബോധ മനസ്സിൻ്റെ ഉപരിതലത്തിൽ നിന്ന് മാറിക്കൊണ്ട് ആഴക്കടലിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവണം. അഥവാ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ മനസ്സിലാക്കാനും അതിനെ പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കണം. ബോധ മനസ്സിൻ്റെ ശക്തിയുടെ 30,000 മടങ്ങ് പവറുള്ള സാധനമാണ് നമ്മുടെ ഉപബോധ മനസ്സ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് വേണം എന്ന് നമ്മൾ നിശ്ചയിക്കുന്നുവെങ്കിൽ അത് നേടിയെടുക്കാൻ ബോധ മനസ്സിൻ്റെ ശക്തിനെയല്ല നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഉപബോധ മനസ്സിൻ്റെ ശക്തിനെയാണ് ഉപയോഗിക്കേണ്ടത്. രൺവീർ സിംഗ്, ഫിലിം സ്റ്റാർ, നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ 23-ാമത്തെ വയസ്സിൽ 23-ാമത്തെ പിറന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കി എന്നുള്ള സിനിമയിലും ധൂമിലും നായകന്മാരുടെ ചിത്രം മാറ്റി അവിടെ രൺവീറിൻ്റെ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് 2-3 ഫോട്ടോ ചേച്ചി സമ്മാനമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അത് കൊണ്ടുപോയി തൻ്റെ മുറിയിൽ ഒട്ടിച്ചു വെച്ചു അദ്ദേഹം. 2.5 വർഷത്തിന് ശേഷം യാഷ് ചോപ്രയുടെ ഫിലിംസിൽ തന്നെ ബാൻഡ് ബാജ ബരാത്ത് എന്നുള്ളതായിരിക്കുന്ന ഫിലിമിൽ തൻ്റെ ഭാഗം അഭിനയിക്കുകയും ചെയ്തു. AC കറണ്ട് നമുക്ക് ആദ്യമായി തന്നതായിട്ടുള്ള നിക്കോള ടെസ്ല, അദ്ദേഹവും തൻ്റെ സങ്കല്പത്തിൻ്റെ ശക്തിയിലൂടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ ആളായിരുന്നു. 3000 പാറ്റന്റ് തൻ്റെ പേരിലുള്ളതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ എനിക്ക് ഇന്നത് നേടണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി ഞാനിത് പറയുന്നേ ഇല്ല, ഉറപ്പിച്ചോളൂ നിങ്ങൾ. ഞാനിത് പറയുന്നത് എൻ്റെ ജീവിതം ഇന്ന രീതിയിലാവണം എന്ന് നിശ്ചയിക്കുകയും അതിനു വേണ്ടിയുള്ളതായിരിക്കുന്ന സീക്രട്ട് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സീക്രട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ ബോധ മനസ്സിൻ്റെ ശക്തി, ഇമാജിനേഷൻ്റെ പവർ, അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലെ സങ്കല്പ ശക്തിയുടെ 30,000 മടങ്ങ് പവറുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ചിത്രം കാണാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ഇറങ്ങി വന്നിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എന്താണ് പക്ഷേ? പലരും പറയുന്നു, ഞാൻ എത്രയൊക്കെ ദിവസങ്ങളായി കാര്യങ്ങൾ ചെയ്തു, ഇത്ര സമയം ചെയ്തു, നടക്കുന്നില്ല. ഇത് പറയുന്നത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യവും.
ഞാനൊരു ബിസിനസ്മാൻ ആവാൻ ആഗ്രഹിക്കുന്നു, എൻജിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു, ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, സിംഗർ ആവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഒരു ഓഫീസറാണെങ്കിൽ, ബിസിനസ്മാൻ ആണെങ്കിൽ എൻ്റെ ക്യാബിൻ, ആ ഓഫീസിൽ എൻ്റെ സ്റ്റാഫ് അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, എൻ്റെ ബിസിനസ് എന്തിൻ്റെ ബിസിനസ്, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതിന് എത്ര എനിക്ക് ടേൺ ഓവർ ആകുന്നു, ഇങ്ങനെയുള്ളതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ചിത്രം കാണാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും ബോധ മനസ്സ് ഈ ചിത്രങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉപബോധ മനസ്സ് നിങ്ങളോട് ചോദിച്ചു കളയും, പറ്റൂ, ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ, ഇതൊക്കെ വലിയ വലിയ കുടുംബങ്ങളിൽ ജനിച്ച വലിയ കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളതാണോ, എൻ്റെ ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ഞാനാണോ ഇങ്ങനെ നേടാൻ പോകുന്നത്? ഇങ്ങനെ നിങ്ങളുടെ ഇമാജിനേഷൻ അഥവാ ഉപബോധ മനസ്സിൽ നിന്ന് എനിക്കതാവോ ഇല്ലേ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു സംശയം അഥവാ ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ പോകുമ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാൻ പോകുമ്പോൾ ഇത് ശരിയാവണേ ആവണേ ആവണേ എന്ന് വിചാരിക്കുകയാണ്. എന്ന് ചിലർത്ഥം ആവോ ഇല്ലേ എന്നുള്ളതായിരിക്കുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ സംശയത്തിൻ്റെ ശക്തി ബോധ മനസ്സിൽ ഞാനാകും എന്ന സങ്കല്പത്തിൻ്റെയും അപ്പുറത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പോലും റിസൾട്ട് ഉണ്ടായി എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിലാക്കിക്കോളൂ. മറ്റാരുമല്ല, ഈ പറഞ്ഞു തരുന്നതായിട്ടുള്ള ഒരു സിദ്ധാന്തങ്ങളും തെറ്റല്ല. സിദ്ധാന്തം തെറ്റാണെങ്കിൽ അത് ആർക്കും തന്നെ പ്രാവർത്തികമാവില്ലായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് പ്രാവർത്തികമായില്ല? മനസ്സിലാക്കും, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലെ അതിന് എന്തുകൊണ്ട് എന്നറിയില്ല, അതിന് ദുഃഖം, അതിന് വിഷമം, അതിന് ടെൻഷൻ, ഇതൊക്കെ അതിൻ്റെ ഫീലിങ്സിൻ്റെ രൂപത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ നിന്നുള്ളതായിരിക്കുന്ന നെഗറ്റീവ് വൈബ്രേഷൻ എന്നെക്കൊണ്ട് ഇതാവോ എന്നുള്ളതായിരിക്കുന്ന സംശയത്തിൻ്റെ ചിത്രം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പതുക്കെ പതുക്കെ ബോധ മനസ്സിൻ്റെ ശക്തിയേക്കാൾ ഉപബോധ മനസ്സിൻ്റെ ഇമാജിനേഷൻ പവർ. നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് മുന്നിൽ നിന്ന് വരുന്ന വണ്ടി കാണുമ്പോൾ ആ വണ്ടി എന്നിൽ വന്ന് തട്ടുമോ എന്നുള്ള പേടിയാണ് കൂടുതലെങ്കിൽ അവർക്കാണ് ആക്സിഡൻറ്റ് വിളിച്ചു വരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ പൂർണ്ണമായിട്ട് അംഗീകരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കാര്യത്തെ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് അതിനുവേണ്ടി നിങ്ങൾക്കൊരു കുറച്ച് സമയം ആ കാര്യത്തെ വിഷ്വലൈസ് ചെയ്ത് എനർജൈസ് ചെയ്ത് നമ്മുടെ ഉപബോധ മനസ്സിനെ മനസ്സിലാക്കിപ്പിക്കാൻ അഥവാ വിശ്വസിപ്പിക്കാൻ വേണ്ടതായിരിക്കുന്ന ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എന്താണോ നമ്മുടെ മനസ്സിൽ വേണ്ട കാര്യം അതിനെ ഉറപ്പിച്ച് നിശ്ചയിക്കുക. രണ്ടാമത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, 2 കപ്പ് മെത്തേഡ് ഓവർനൈറ്റ് മെത്തേഡാണ്. യാതൊരു സംശയവും വേണ്ട, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതും രാത്രി 9 മണിക്ക് ചെയ്ത് രാവിലെ 8:30 ഞാൻ വിചാരിച്ചതിൻ്റെ 4 മടങ്ങ് എമൗണ്ട് എൻ്റെ കയ്യിൽ വന്നതുമാണ്. എൻ്റെ സത്യസന്ധമായിട്ടുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നടക്കാത്തൊന്നല്ല. പക്ഷേ കണ്ടീഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു അസ്ത്രം എറിയുന്ന ആളുടെ ശക്തിക്കനുസരിച്ചാണ് ആ അസ്ത്രം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ നിന്ന് വേദനകളുടെ വിഷമങ്ങളുടെ എടുത്ത് മാറ്റിക്കൊണ്ട്, എനിക്ക് നടക്കുമോ ഇല്ലയോ എന്നുള്ളതായിട്ടുള്ള ശങ്കകളെടുത്ത് മാറ്റിക്കൊണ്ട്, ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫിയർ ഫാക്ടറിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് നടക്കുമെങ്കിൽ എന്തേ എനിക്ക് നടന്നില്ല എന്ന് ചോദിക്കരുത്. നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കൂ, വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കൂ, പവർ കൊടുത്തുകൊണ്ടിരിക്കൂ. അത് നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യം ഉറക്കേണ്ടത് സ്വന്തം മനസ്സിലാണ്. 15 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് റിസൾട്ട് എന്തേ കിട്ടിയില്ല എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കൂ ഇല്ലയോ എന്നും നടക്കില്ല എന്നുള്ള നിങ്ങളുടെ മനസ്സിലെ സങ്കല്പം വന്നതിൻ്റെ പ്രൂഫാണത്. അതുതന്നെയാണ് ആ കാര്യം നടത്താതിരിക്കുന്നതിൻ്റെ കാരണക്കാരനും. അതുകൊണ്ട് ആ അവസ്ഥകൾ ഒഴിവാക്കാൻ വേണ്ടി സ്ക്രിപ്റ്റിംഗ് എന്നതായിരിക്കുന്ന നല്ല മെത്തേഡ്, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഈ കാര്യം കാണാനിരിക്കുമ്പോൾ രാത്രിയിൽ, ഒന്നാമത്തെ കാര്യം, രാത്രിയിൽ ചെയ്യേണ്ട ശീലങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം. ഉറങ്ങും മുന്നേ മറ്റു ലോകത്ത് നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒന്നിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് മാറി ഭഗവാന്റെ കൂടെ നിൽക്കാനുള്ളതായിരിക്കുന്ന അഥവാ നമുക്കൊപ്പം നിൽക്കാനുള്ളതായിരിക്കുന്ന പ്രിപ്പറേഷൻസ് എന്ത്, അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഫാക്ടർ, ഇതെല്ലാം കഴിഞ്ഞ് മെഡിറ്റേഷന് ശേഷം നമ്മൾ വിഷ്വലൈസേഷൻ ഇരിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എടുത്ത സെയിം എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്, ആ ബിസിനസ്സിൻ്റെ ഓഫീസ്, അവിടുത്തെ നമ്മുടെ ക്യാബിൻ, നമ്മളിരുന്ന ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ മീറ്റിംഗ്സ് നടത്തുന്നത്, അവിടെ നിങ്ങളുടെ സ്റ്റാഫ് അക്യൂറേറ്റ് ആയിട്ട് ഹാപ്പിയസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നത്, അതിൻ്റെ ടേൺ ഓവർ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അനുഭൂതികൾ, ഇങ്ങനെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ
അതിനൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ, അതിനൊക്കെ നിങ്ങൾ മനസ്സിൽ കാണൂ. എന്നിട്ട് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനുഭവിച്ചുകൊണ്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളൊരു പേപ്പറിൽ എഴുതൂ. എഴുതുന്ന സമയത്ത് നമ്മുടെ ബോധമനസ്സും ഉപബോധ മനസ്സും അതിന് സപ്പോർട്ട് കൊടുക്കും. നമ്മുടെ കണ്ണാകുന്ന ജ്ഞാനേന്ദ്രിയം, ഒപ്പം നമ്മുടെ കൈയാകുന്ന സ്ഥൂല ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം ഒന്നിപ്പിച്ച് ഏകാഗ്രാക്കാൻ സഹായിക്കും. അതുകൊണ്ട് അതിനെ ക്ലിയറായിട്ട് എഴുതി തയ്യാറാക്കിയ ശേഷം നിങ്ങൾ അതിനടച്ചു വെച്ച് 5 മിനിറ്റ് സമയം വീണ്ടും മനസ്സിനെ സൈലൻസ് ആക്കി ആ സൈലൻസിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ തോട്ട്സിന് അതിൽ പകർന്നു കൊടുത്ത് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപബോധ മനസ്സ് രാത്രിയിൽ അതിനെ കാണാൻ തുടങ്ങും, അനുഭവിക്കാൻ തുടങ്ങും, എനർജി റിസീവ് ചെയ്യാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ആ ഡ്രീം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ പവർ എത്രയാണോ ഇതിന് കാണാനും ഇത് ചെയ്യാനും നിങ്ങൾ എത്രമാത്രം താല്പര്യത്തോടു കൂടി പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അനുഭവങ്ങളുടെ ആധാരത്തിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഫയലുകളുടെ ഡെപ്ത് എത്രയുണ്ടോ അതിൻ്റെ ആധാരത്തിലാണ് നിങ്ങളുടെ ആ സ്വപ്നം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതിൻ്റെ ആധാരമാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സങ്കല്പശക്തിയെ വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷനും ഒപ്പത്തിനൊപ്പം നമ്മുടെ കഠിനമായിട്ടുള്ള പരിശ്രമവും ഒപ്പം നിങ്ങളുടെ വിഷ്വലൈസേഷനും 3ഉം ഒന്നിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സഫലീകരിക്കാൻ സാധിക്കും. നിരാശ നമ്മുടെ സ്വപ്നത്തെ ദൂരേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സാധനമാണ്. അതുകൊണ്ട് നിരാശ എന്ന വില്ലനെ മാറ്റി നിർത്തിക്കൊണ്ട് ആശാദീപത്തെ കത്തിച്ചുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെയും ഒപ്പത്തിനൊപ്പം വിഷ്വലൈസേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യൂ. നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.